വിശപ്പ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ള കണ്ടന്റ് എഴുതേണ്ടതാണ് മിസ് പറഞ്ഞത്. വിശപ്പ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ്. അസ്തിത്വത്തിൻ്റെ ആധാരമായി അത് വിവരിക്കപ്പെടുന്നു. ഈ ആശയത്തെ ശക്തമായി അടയാളപ്പെടുത്തുന്നതാണ് ജന്മദിനത്തിൻ്റെ പ്രത്യേകത. ജന്മദിനത്തിനണിയാൻ പ്രത്യേകം കരുതിവെച്ച തൂവെള്ള ഗദർ വസ്ത്രങ്ങൾ അണിഞ്ഞ് വേവുന്ന ഹൃദയവും കത്തിക്കാളുന്ന വയറുമായി കുടുസായ ലോഡ്ജ് മുറിയിലെ ചാരുകസാലയിൽ കഥാനായകൻ കിടക്കുന്നു. എന്താണ് അന്ന് നിങ്ങൾ എഴുതണേ. മിസ് ഒന്നും കൂടി വായിക്കാം. പിന്നെ ജന്മദിനത്തിനണിയാൻ പ്രത്യേകം കരുതി വെച്ച തൂവെള്ള ഖദർ വസ്ത്രം അണിഞ്ഞ് വേവുന്ന ഹൃദയവും കത്തിക്കാളുന്ന വയറുമായി കുടുസായ ലോഡ്ജ് മുറിയിലെ ചാരുകസാലയിൽ കഥാനായകൻ കിടക്കുന്നതാണ് ഈ ഒരു ജന്മദിനം എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാളെ അലസോരപ്പെടുത്തുന്ന വിശപ്പാണ്. അതിൻ്റെ തീവ്രമായ അലറ്റലിലാണ് ഈ നിലയിലുള്ള ജന്മദിനത്തിന് അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിച്ചപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ അവദേശം വേദനിച്ചു എന്ന് എഴുത്തുകാരൻ. അപ്പോൾ മാത്യു എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് ഇതേപോലെ ജന്മദിനം ഇനിയും കാലാകാലം നിങ്ങൾ ജീവിച്ചിരിക്കട്ടെ. നമ്മൾ എന്താ പറയുക, ആയുരാരോഗ്യ സൗഖ്യം നേരുമല്ലോ അല്ലേ. ജന്മദിനത്തിന് സ്വാഭാവികമായി നമ്മൾ ആശംസ പറയും അല്ലെ, ഇനിയും ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ ജന്മദിനം എന്നുള്ള കവിത അന്ന് നമ്മുടെ കഥാകാരന് വളരെ വിശപ്പാണ്, ഭക്ഷണമൊന്നും കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അതന്നെ ആശംസിക്കുമ്പോൾ ദൈവമേ ഇനി അടുത്ത പിറന്നാളിന് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. അങ്ങനെ അത് ഒരു തമാശയാണെങ്കിലും കൂടി അതിലൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എഴുത്തുകാരൻ എന്താകുന്നു, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന വരുന്നു. ഒരു ചായക്കുള്ള വക പോലും കണ്ടെത്താനാവാതെ തളർന്നു കിടക്കുമ്പോൾ ജോഡിക്ക് 3 എണ്ണയമേ ഉള്ളൂ എന്ന പ്രലോഭനവുമായി മെതിയടി വിൽക്കാൻ 2 പൈതങ്ങൾ കയറി വരുന്നു. അവരെ നോക്കി നഗ്നമായ താനും എൻ്റേതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന അസ്തിത്വ വ്യതയിൽ വിശപ്പ് ബഷീറിനെ എത്തിക്കുന്നു. അസ്തിത്വത്തിൻ്റെ സ്വതസിദ്ധിയുടെ ഈ അന്തർധാരയിലാണ് ജന്മദിനത്തെ പൂർണ്ണമാക്കുന്നത്. അപ്രതീക്ഷിതമായി ഉച്ചയൂണിന് ക്ഷണിച്ച ഹമീദിൻ്റെ വീട്ടിൽ 11:30 മണിക്ക് തന്നെ എത്തിച്ചേരുന്ന കഥാനായകന് മടങ്ങുമ്പോൾ സ്വത്താനീസ് നടത്തി അതിൻ്റെ അസ്തിത്വം തിരിച്ചറിയാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ വിശപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിൽ മൊത്തം പറയുന്നത് അല്ലേ. ആത്മസംഭാഷണത്തിലൂടെ ഗൗരവമേറിയ ആശയങ്ങൾ നിരന്തരം സമൂഹവുമായി പങ്കുവെച്ച ഓർമ്മയെ അദ്ദേഹം സമാഹരിക്കുന്നു. പിന്നെന്താ പറയുന്നത്, വിശപ്പ് മുഖാന്തരം ഉണ്ടാവുന്ന വ്യതിരിക്തമായ ഉദാത്തതയിലേക്ക് അതിന് മനുഷ്യൻ്റെ ആയാസരഹിതമായി നയിക്കാനും കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു എപ്പിസോഡല്ല ഈ ഒരു കഥ നിർത്തുന്നത്. അപ്പോൾ വിശപ്പ് അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായല്ലോ. എന്താണ്, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരൻ അദ്ദേഹത്തിൻ്റെ നേരിട്ട അനുഭവമുള്ള ഒരു കഥാനായകൻ എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ സുഹൃത്തായ മാത്യു ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ, ഇങ്ങനെ ജന്മദിനം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുമ്പോൾ വേദനയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് ജന്മദിനത്തിൻ്റെ അന്ന് ആശംസ അർപ്പിക്കുമ്പോൾ എന്തിനാണ് വേദനിക്കുന്നത് കഥാനായകൻ? എന്തുകൊണ്ടാണ് വേദനിക്കുന്നത്? കാരണം അന്ന് അദ്ദേഹത്തിന് വിശപ്പ് നന്നായിട്ടുണ്ട്. വിശപ്പാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ അതൊരു അടിസ്ഥാന പ്രശ്നമാണല്ലേ വിശക്കുമ്പോൾ എന്തിനാണ് നമ്മൾ മധു എന്നൊരാളെ അടിച്ചു കൊന്നത് വിശപ്പിൻ്റെ പേരിലാണ്. നമ്മൾ പത്രത്തിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ അതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഥ നല്ല രൂപത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാം. അവസാനം എഴുതേണ്ട കൺക്ലൂഷൻ അറിയാലോ. അപ്പോൾ നടുവുള്ള കണ്ടന്റാണ് മിസ് പറഞ്ഞത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി 2 പാരഗ്രാഫ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാം കേട്ടോ. കാരണം വൈക്കം ബേപ്പൂർ സുൽത്താനാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി, സാധാരണ ഭാഷ, അദ്ദേഹം പാത്തുമ്മയുടെ ആട് പോലെയുള്ള പല സ്വന്തം സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതി വെച്ച തൻ്റെ കുറേ കൃതികൾ അല്ലേ. എന്താ പറയുക, എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. സ്വന്തം കുടുംബക്കാരല്ലേ, സ്വന്തം റിലേഷന്, തൻ്റെ കുടുംബാംഗങ്ങളെ വെച്ചിട്ട് വരെ അദ്ദേഹം എൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥ എഴുതിയത് അല്ലേ. അതിൽ കറക്റ്റ് ഓരോ ക്യാരക്ടറും അതിലുള്ള കഥാപാത്രങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് എഴുതിയതുപോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ 2 പേർ. പിന്നെ കണ്ടന്റ്, വിശപ്പ് പറഞ്ഞില്ല. അവസാനം കൺക്ലൂഷൻ കൊടുക്കുക അല്ലേ. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശപ്പാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് അതിജീവനം അല്ലേ. നമുക്കതിന് വേണ്ടിയിട്ട് വിശപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കും. പിന്നെ അവനെ വരുമാനം ഉണ്ടാക്കുന്ന മക്കളെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പാരൻസ് പണിക്ക് പോകുന്നത് അല്ലേ. മെയിൻ കാര്യം വിശപ്പ് തന്നെയാണല്ലേ. വിശപ്പ്നാൽ പിന്നെ കണ്ണ് കാണില്ല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ കൺക്ലൂഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മനുഷ്യപുത്രി. അതാരെ എഴുതിയ നോക്കാം അല്ലേ. ലളിതാംബിക അന്തർജന കേട്ടോ മനുഷ്യപുത്രി എഴുതിയത്.
ലളിതാംബിക ഇതിലെന്താ ആദ്യകാല സ്ത്രീ എഴുത്തുകാരിയെ പറ്റി, അത് ആദ്യകാല എഴുത്തുകാരി നമ്മൾ ലളിതാംബിക അന്തർജനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ ലളിതാംബിക അന്തർജനത്തിൻ്റെ പിന്നെ +2 മിസ് ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ലളിതാംബിക അന്തർജനത്തിൻ്റെ. അപ്പോൾ അതിലുണ്ട് പിന്നെ എന്ത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയെ ഭാരതത്തിലെ ഒരു പൈതൽ വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ കയറുമ്പോൾ പട്ടാളക്കാർ റോഡിലൂടെ വന്നിട്ട് ആ കുട്ടിയെ വെടിവെച്ച് വീഴ്ത്തി. ആ കുട്ടി ഒരു ചുവപ്പ് പ്രാവിനെ പോലെ താഴോട്ട് വീഴുന്നു എന്നാണ് പറയുന്നത്. ചുവപ്പ് പ്രാവിനെ ഫുള്ള് ചോരയിൽ കുളിച്ചിട്ടാണ് ആ കുട്ടി വലിയ ബിൽഡിങ്ങിന് താഴെ, അതായത് ഭാരത് മാതാ കി ജയ് എന്ന് നമ്മുടെ ഇന്ത്യൻ പതാകയെ സംരക്ഷിക്കാനും പറയാൻ വേണ്ടി മുകളിൽ കയറിയത്. പതാകയെ ആര് ബ്രിട്ടീഷുകാർ ചവിട്ടി താഴ്ത്തിയില്ല. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ഈ കുട്ടി അതിന് പോയതാണ്. മുകളിൽ കയറി ഭാരത് മാതാ കി ജയ് നമ്മുടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ വെടിവെച്ച് താഴെ ഇടുക. അപ്പം അതൊക്കെ നേരിട്ട് കണ്ട് പിന്നെ അങ്ങനത്തെയുള്ള പല സംഭവങ്ങൾ ദൃക്സാക്ഷിയും അത് ആ സമയത്ത് ജീവിച്ചിരുന്ന ആളാണ് നമ്മൾ ലളിതാംബിക അന്തർജനം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യപുത്രി എന്ന കഥ ഒരു എന്തായിരിക്കും അത്രക്കും മനുഷ്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നല്ല റിയാലിറ്റിയായി ബന്ധപ്പെട്ട കഥയാണ് മനുഷ്യപുത്രി. ഓക്കെ, ലളിതാംബിക അന്തർജനം. നവോത്ഥാന കാലഘട്ടത്തിൽ ചെറുകഥയാണ് മനുഷ്യപുത്രി. ഈ സമയത്തുള്ള എന്ത് മനസ്സിലാക്കാൻ പറ്റും? ചെറുകഥകളുടെ സ്വഭാവ സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർഗസമരത്തിൻ്റെ ഭാഗമായി ജാതി വ്യവസ്ഥയിലുണ്ടായ തകർച്ചയുടെ ബാധിപത്രം മനുഷ്യപുത്രി ലളിതാംബിക അന്തർജന കഥയെ വിലയിരുത്തുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും നവോത്ഥാന പ്രസ്ഥാനത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് ആര്? നമ്മുടെ ലളിതാംബിക അന്തർജനം. നവോത്ഥാന കാലഘട്ടത്തിലെ ചെറുകഥകളുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ച അവഗണനകളും ദുരിതങ്ങളും അവരുടെ കൃതികളിൽ നിന്ന് മനസ്സിലാവും. എന്തിനാ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ച അവഗണന മനസ്സിലാവുന്നത് എങ്ങനെ? അന്തർജനം എന്ന് പറഞ്ഞാൽ ആരാണ്? അന്തർജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളെ പറയുന്ന ഒരു പേരാണ് അന്തർജനങ്ങൾ. അവരധികം പുറത്തിറങ്ങാറില്ല അല്ലെ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് ലളിതാംബിക അന്തർജനം. സ്ത്രീകൾ പുറത്തിറങ്ങാത്ത ആ കാലഘട്ടത്തിൽ ഇത്രയും കവിതകളും കഥകളും രചിക്കണമെങ്കിൽ ആ കാലത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അതൊക്കെ എന്തിലും തെളിഞ്ഞു കാണാൻ പറ്റും. അവരെഴുതിയ എഴുത്തുകളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ചെറുകഥകൾ മൂടുപട, അതായത് ലളിതാംബിക അന്തർജന പ്രധാനപ്പെട്ട നേരത്തെ മിസ് പറഞ്ഞില്ലേ ചേരുംപടി ചേർക്കാൻ അല്ലെ, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ എന്ത് വരും? അവരെഴുതിയ പ്രധാനപ്പെട്ട കൃതികൾ വരും കേട്ടോ. അതിലുള്ള ചെറുകഥ മൂടുപടത്തിൽ, കാലത്തിൻ്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത കഥകൾ, ധീരേന്ദ്ര മംജുംദാറിൻ്റെ കഥ, പവിത്ര മോതിരം, മാണിക്കൻ, അഗ്നിസാക്ഷി, മനുഷ്യനും അഗ്നിസാക്ഷി നിങ്ങൾ ശോഭനൻ്റെ ഒരു പടമായിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. നിശബ്ദ സംഗീതം, ഒരു പൊട്ടിച്ചിരി, ആയിരത്തിരി, ഗ്രാമബാലിക, പുനർജന്മം, വീരസംഗീതം, കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ, ഇതൊക്കെ എന്തിലായി വരും? നമ്മുടെ പിന്നെ ഈ ഒരു ലളിതാംബിക പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, നമുക്കിനി എന്താ കഥ നോക്കാം നമുക്ക് അല്ലേ. ഗോവിന്ദൻകുട്ടി എന്ന് പേരുള്ള ഒരു പൊതുജന സേവകൻ്റെ ഓഫീസിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അടിമുടി കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവിനെ സ്നേഹം കൊണ്ട് തന്നെ മകനാക്കിയ കുഞ്ഞാത്തോലമ്മയുടെ കഥയാണ് മനുഷ്യപുത്രി. ദാനം ചെയ്തെന്ന് ബ്രാഹ്മണ ഇല്ലത്തിൻ്റെ കഥ, ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ചെറുമകനെ സ്കൂളിൽ വിടുന്ന മുത്തശ്ശിയുടെ കഥ, കമ്മ്യൂണിസ്റ്റുകാരനായി വീട് ഉപയോഗിച്ച് തൻ്റെ മകൻ്റെ അമ്മയും. കഥ തുടക്കത്തിൽ നമ്മൾ കാണുന്ന സർക്കാർ ഉദ്യോഗസ്ഥ പൊതുജന സേവ, അയാൾ വേണ്ടത്ര സമയമില്ല സർക്കാർ ജോലികളുടെയും. അപ്പോൾ വേണ്ടത്ര സമയമില്ല സർക്കാർ ജോലികളുടെയൊക്കെ തിരക്കിലാണ് ആര്? നമ്മുടെ ഈ ഒരു പൊതുജന സേവകൻ. ഏറെ നാളത്തിനെ കാത്തിരിപ്പിനൊടുവിൽ പിറന്ന കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കാൻ അയാൾക്ക് സമയമില്ല. എന്നാൽ പിന്നെ അദ്ദേഹം അവസാനം ഇയാൾ ഇത് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സേവകൻ്റെ കഥയാണ്. കാരണം ഗോവിന്ദൻകുട്ടി എന്താണ് പിന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി ഒരു അമ്മ കാത്തിരിക്കുകയാണ് ഗോവിന്ദൻകുട്ടിയെ കാണാൻ. കുറേ സമയം കഴിഞ്ഞ് നല്ലൊരാളാണ്. അപ്പോൾ പിന്നെ എങ്കിലും അദ്ദേഹം സന്ദർശകർ കാണിച്ചില്ല. അവരുടെ എന്നാൽ മുറിയിൽ അദ്ദേഹത്തെ സെക്രട്ടറിയോട് പറയുന്നുണ്ട് എന്ത് പറയുന്നത്? എനിക്ക് സെക്രട്ടറിയോട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ആളുകളെ കാണാനിരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്?
പിന്നെ ആളുകൾ ഇത്രയും ക്യൂ നിൽക്കുന്നല്ലേ, അപ്പോൾ ഒരാളെ മാത്രം ഇങ്ങനെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയും. കുറേ ഒരു രാഷ്ട്രീയ സേവകനാണ് ആര്, നമ്മുടെ ഗോവിന്ദൻകുട്ടി. അപ്പോൾ ഗോവിന്ദൻകുട്ടിയെ കാണാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ പിന്നെ ഒരമ്മ ഗോവിന്ദൻകുട്ടിയെ കാത്തിരിക്കുകയാണ്. അവസാനം ഗോവിന്ദൻകുട്ടി ഭയങ്കര ക്ഷീണം, എങ്കിലും മുഖത്ത് വന്ന സന്ദർശകരുടെ ഒന്നും കാണിക്കൂല. അവസാനം ഗോവിന്ദൻകുട്ടിക്ക് തോന്നുകയാണ് എന്ത്, പിന്നെ സന്ദർശകർ അങ്ങനെ പോകുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു സ്ത്രീ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗോവിന്ദൻകുട്ടി ഭയങ്കര ക്ഷീണിതനാണ്, മീറ്റിംഗ് ആണ്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട്, രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ സെക്രട്ടറി പറയും ഒരാളകത്ത് കാത്തിരിക്കുന്നു കുറേ നേരം, അങ്ങനെ ഒരു ആത്തോലമ്മ. പണ്ട് ഗോവിന്ദൻകുട്ടി ആ ഒരു അമ്മയെ തിരിച്ചറിയാണ്. അവരുടെ ഇല്ലത്ത് വളർന്ന് അവിടെ ഉപ്പും ചോറും തിന്ന അവിടുത്തെ ആശ്രിതൻ്റെ മകനാണ് ഗോവിന്ദൻകുട്ടി. അപ്പോൾ ഇവർ സമരമൊക്കെ ചെയ്ത് ഇല്ലങ്ങളൊക്കെ പൂട്ടിയല്ലോ, പിന്നെ ദുരാചാരം ആചാരങ്ങളൊക്കെ ചാതുർവർണ്ണയൊക്കെ അവസാനിച്ചല്ലോ. ആ സമയത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പം ശൂദ്രനായ ഒരു ആശ്രിതനായിരുന്നു നമ്മുടെ ഗോവിന്ദൻകുട്ടി. ആ ഇല്ലത്തിൻ്റെ അവരച്ഛൻ്റെ മകനായിരുന്നു, ഇല്ലത്ത് ജോലിക്ക് പോയിരുന്ന ഒരാളുടെ മകനായിരുന്നു. പക്ഷേ ഈ അവിടുത്തെ ഇല്ലത്തുള്ള ആത്തോലമ്മ ഗോവിന്ദൻകുട്ടിയെ സ്വന്തം പണിക്കാരൻ്റെ മോനായിട്ടല്ല കണ്ടത്, സ്വന്തം മോനായിട്ട് തന്നെ കണ്ട് വളരെ നല്ല സ്നേഹത്തോടെ അന്ന് അവന് ബുക്കും സ്ലേറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആണാന്നാ പറയില്ലേ, പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചതാണ് ഗോവിന്ദൻകുട്ടിയെ. അങ്ങനെയാണ് ഗോവിന്ദൻകുട്ടി പിന്നീട് വിപ്ലവത്തിലേക്ക് ഇറങ്ങിയതും. പിന്നെ ഗോവിന്ദൻകുട്ടി വലുതായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, ആചാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇല്ലങ്ങളൊക്കെ ഇല്ലാതാക്കി. അങ്ങനെ ആ ആചാരത്തിൻ്റെ ഒരു അവസാനം കണ്ടതാണ്. പക്ഷേ അതിലില്ലത്തുള്ള കുറച്ച് ആൾക്കാർ അനാഥരായി പോകുന്നതിൻ്റെ വേറൊരു വശമാണ്. അങ്ങനെ അന്ന് ഗോവിന്ദൻകുട്ടിയെ വളർത്തിയ ആത്തോലമ്മയാണ് ഇപ്പോൾ ഗോവിന്ദൻകുട്ടിയെ കാണാൻ വന്ന ഈ അമ്മ. അപ്പോൾ ഗോവിന്ദൻകുട്ടി അവരെ കാണുന്നതും അവരെ ആശ്ലേഷിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് പിന്നെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്നെ വളർത്തിയത് ആത്തോലമ്മയുടെ വീട്ടിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻകുട്ടി അമ്മയുമായിട്ട് വളരെ ക്ലോസ് ആവുന്നതും അവർ തമ്മിൽ ഭയങ്കരമായിട്ട് മിങ്കിളാവുന്നതും അവസാനം ഗോവിന്ദൻകുട്ടി അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് ചെയ്തു കൊടുക്കുന്നതുമാണ് ഈ കഥ. അപ്പോൾ മനുഷ്യപുത്രി എന്ന് പറയുന്ന ആത്തോലമ്മയാണ്. ഗോവിന്ദൻകുട്ടി ജോലി ചെയ്തിരുന്ന ഇല്ലത്തിലുള്ള ഇപ്പം കാണാമെന്നല്ലോ ട്വിസ്റ്റായിട്ട്, ആ അമ്മയാണ് ഇതിൽ മനുഷ്യപുത്രി. അപ്പം അന്ന് ഗോവിന്ദൻകുട്ടി അന്ന് ആത്തോലമ്മയെ തൊടുന്നില്ല. ഈ ശൂദ്രന്മാരെ ബ്രാഹ്മണന്മാരുടെ ഭാര്യമാരായ അന്തർജനന്മാർ തൊടൂല. പക്ഷെ അന്ന് ആ അമ്മ തൊട്ട് അത്രയും സ്നേഹത്തോടുകൂടി. അപ്പം മനുഷ്യപുത്രിയായിരുന്നു ആത്തോലമ്മ. അതാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. അങ്ങനെ ജന്മദിനം, മനുഷ്യപുത്രി എന്നീ 2 കഥകളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതും എങ്ങനെ എഴുതണം, ഇൻട്രൊഡക്ഷനും കണ്ടന്റും എന്തും, പിന്നെന്താ വരിക, ഇൻട്രൊഡക്ഷനും കണ്ടന്റും പിന്നെയോ കൺക്ലൂഷനും ആസ്വാദനക്കുറിപ്പ്, പിന്നെ ചേരും കഥ. ഇതിനുള്ളതേ കഥ ചോദിക്കുള്ളൂ. അപ്പോൾ കഥ നന്നാക്കി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.